നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദ്ര മെഹ്റെ. അതെ, ഇപ്പോഴത്തെ ഏറ്റവും വലിയ സെൻസേഷണൽ വാർത്തയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനടക്കമുള്ള മത്സരാർത്ഥികളൊക്കെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്തും പുറത്തും ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകളാണ്. അതോടൊപ്പം തന്നെ അകത്ത് നിൽക്കുന്ന സമയത്തും നമ്മുടെ സ്വന്തം ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വിവാദങ്ങളും പരാമർശങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഒഴിവാക്കാനും ശ്രമിക്കാറുണ്ട്. പക്ഷേ അത്തരം ഇടവേളകളൊക്കെ തന്നെ അത്തരം ഇടപെടൽ ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നിരന്തരം സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഇന്നും സൈബർ ബുള്ളിങ് അനുഭവിക്കുന്ന, എങ്കിൽ നമ്മുടെയൊക്കെ തന്നെ മനസ്സിൽ 50 ദിവസത്തിലപ്പുറത്തേക്ക് നിന്ന ഒരു വ്യക്തി ഇന്ന് ന്യൂസ് 18 പ്രേക്ഷകരോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ 7 ഉണ്ടായിരുന്ന ഒനിൽ സാബു. സ്വാഗതം ഒനിൽ. താങ്ക് യു നാദി, താങ്ക് യു, സ്വാഗതം. ഓക്കെ, നമ്മൾ വളരെ അടുത്ത് അറിയുന്ന മനുഷ്യരല്ലെങ്കിൽ പോലും പക്ഷേ കുറേ അധികം പരിചയമുള്ള രണ്ട് വ്യക്തികളാണ്. എങ്കിൽ നമ്മൾ രണ്ടുപേരും മലയാള ബിഗ് ബോസ് സീസണിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഒരു 50 ദിവസത്തിന് ശേഷം ഇപ്പുറത്തേക്ക് നിൽക്കുന്ന മത്സരാർത്ഥിയെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം? ഭയങ്കര ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. നമ്മളിപ്പോ ഈ ഗെയിം ഇപ്പൊ നാദരൊക്കെ ലൈക്ക് കളിച്ച സീസൺ, അതായത് സീസൺ 5 കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ തന്നെ കൂട്ടാം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ബിഗ് ബോസ് കയറാൻ വേണ്ടി. അതേപോലെ തന്നെ എല്ലാ സ്വപ്നങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ. അപ്പൊ അത് ഒരു ഷോർട്ട് ടേം ഗോൾസ് ആയിട്ടാണ് ഞാൻ നോക്കുക. അപ്പൊ എനിക്കിപ്പോ 63 ഡേയ്സ് അവിടെ നിൽക്കാൻ പറ്റി, 63 ദിവസം. അപ്പോ ആദ്യം ഒരു 21 ഡേയ്സ് കടന്നു കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. പിന്നെ 50, പിന്നെ അത് ശേഷം ഒരു ചെറിയ ടാർഗറ്റ് 70. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ടാർഗറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇറങ്ങിയത്. 63 ഡേയ്സ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റി. അതും ടഫ് സീസൺ ആയിരുന്നു. 7ന്റെ പണി. ഇതില് ഈ പറഞ്ഞ പോലെ ഒരു മാസത്തോളം, ഈ വൈൽഡ് കാർഡ് ഒക്കെ വരുന്നതിന് മുമ്പ് ഒരു മാസത്തോളം നമുക്ക് ഭക്ഷണം ഇല്ല, വസ്ത്രം ഇല്ല. നമ്മളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഇങ്ങനെ സീസോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നല്ലൊരു മെന്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഈ മുന്നോട്ട് പോകാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ ആ സീസണിൽ, ഇത്രയും ടഫ് ആയിട്ടുള്ള സീസണിൽ ഒരു 9 ആഴ്ച നിൽക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രേക്ഷകരോട് നന്ദിയുണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഓരോ സ്റ്റെപ്പിലും. പിന്നെ കുറെ ആയിട്ടുള്ള നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൽ നമ്മൾ കയറുമ്പോൾ ഓരോ സ്വപ്നങ്ങളുണ്ട്. എനിക്ക് ആ വീടിന്റെ ക്യാപ്റ്റൻ ആകണം, അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ ഇങ്ങനെ കളിക്കണം എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റി. വീട്ടുകാരെയും കൊണ്ടുവരാൻ പറ്റി, ഫാമിലി വീക്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതൊക്കെ ആയിട്ട് സന്തോഷത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. ഉറപ്പായിട്ടും ഒനിൽ സംസാരിക്കുന്ന സമയത്ത് കുറേ അധികം ട്രോഫികൾ നേടിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു 62 ദിവസങ്ങൾ എന്ന് പറയുന്ന വലിയൊരു പീരീഡാണ്. ഉറപ്പായിട്ടും നമ്മളൊക്കെ നിരന്തരം കേൾക്കുന്നൊരു കാര്യമാണ്, എവിക്ഷൻ ഫെയർ ആയിരുന്നു, അത് അൺഫെയർ ആയിരുന്നു. എന്ത് തോന്നുന്നു? എനിക്ക് കംപ്ലൈന്റ്സ് ഒന്നുമില്ല. എവിക്ഷൻ ഫെയർ ആയിരുന്നോ അൺഫെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിസൈഡ് ചെയ്യുന്നത് ജനങ്ങളാണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഞാൻ അകത്തുനിന്ന് മാത്രം ഈ കളി കളിച്ചിട്ടുള്ളൂ. പുറത്ത് വരുമ്പോൾ ഇവിടെ വേറെ PR രീതിയിലുള്ള ആക്രമണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല. ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് TV കാണുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ എല്ലാ കളിയും വിസിബിൾ ആവണമെന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ 63 ഡേയ്സ് അവിടെ നിന്നത് ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും ജിയോ ഹോട്ട്സ്റ്റാറിനും എന്റെ ബോൾ ഷൈനും ഒക്കെ നമ്മളെ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ അറിയാം, നമ്മൾ കളിച്ച കളിയും നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംരംഭത്തോട്, ബിഗ് ബോസ് എന്ന സംരംഭത്തോട് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റി, സർവൈവ് ചെയ്യാൻ പറ്റി 7ന്റെ പണിയിൽ എന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എവിക്ഷൻ അൺഫെയർ ആണെന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കളി അവർ അംഗീകരിച്ചിട്ടാണ് അത്ര നന്നായിട്ട് ആൾക്കാർക്ക് പ്രഷറിൽ നമുക്ക് ഇടം നേടാൻ പറ്റിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അംഗീകാരം സ്വീകരിക്കുന്നു. പക്ഷെ അൺഫെയർ ആണോ ഫെയർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ്. ഇതിൽ ഫെയറും അൺഫെയറും ഡേർട്ടിയും ചീപ്പും അങ്ങനെയൊന്നും ഇല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നമ്മൾ അവിടെ നിൽക്കണോ വേണ്ടതെന്നുള്ളത്. ഉറപ്പായിട്ടും ഇത് വലിയൊരു ടീമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനൊരു വലിയൊരു പോളിറ്റിക്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ കാണിക്കാറുണ്ട്. ഇതിന് കൃത്യമായ കണക്കുകളുണ്ട്. പലരുടെയും ചോദ്യമാണ് ഇതിൻ്റെ എവിക്ഷൻ വോട്ടിംഗ് ഒക്കെ കൃത്യമാണോ എന്നുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ എൻ്റെ മോളും ബിഗ് ബോസ് ഒക്കെ തന്നെ അത് ഇടപെടാറുണ്ട്, അത് ശ്രദ്ധിക്കാറുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ജനങ്ങളുടെ തീരുമാനത്തിനെ ഒന്നിൽ അംഗീകരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒന്നിൽ നമുക്കറിയാം ബിഗ് ബോസ് എന്നുള്ളത് വ്യത്യസ്തമായ മനുഷ്യരുടെ ഒരു പ്രതിപാദനം ഉണ്ടാകുന്നുണ്ട്. ഇതിൽ സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ബിഗ് ബോസിൽ പലപ്പോഴും കാണുന്നത്. പലപ്പോഴും പലരും അംഗീകരിക്കാൻ ബിഗ് ബോസിലുള്ള മനുഷ്യർക്കും സാധിക്കുന്നില്ല, പുറത്തുള്ള ആളുകൾക്കും സാധിക്കുന്നില്ല. ഒനിൽ എങ്ങനെയാണ് ഇത്തരം വ്യക്തികളുടെ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യരായിട്ട് കാണുക എല്ലാവരെയും.
അതൊരു ബേസിക് ക്വാളിറ്റിയാണ്. ഒരു ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ അതിനകത്ത് ഞാൻ തന്നെ വേറെ കാറ്റഗറീസിൽ ഒന്നും ഒരു താല്പര്യമില്ലാത്ത ആളാണ്. ഇപ്പൊ എന്നെ അവിടെ പോകുമ്പോൾ ആൾക്കാർ ഷെഫ് എന്ന് വിളിക്കും. ഞാൻ കിച്ചണിൽ നല്ല അടിപൊളി ആയതുകൊണ്ട് ഞാൻ ഷെഫാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ റെസ്റ്റോറന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രൊഫഷണലി ഞാൻ ഒരു വക്കീലാണ്. അപ്പൊ ADV എന്ന് ഞാൻ ഒരിക്കലും പേരിൽ ഇടാറില്ല. അഡ്വക്കേറ്റ് ഒനീൽ സാബു എന്നോ അങ്ങനെയൊന്നും. പക്ഷേ 10 ഇയേഴ്സോളം വക്കീലായിരുന്നു. അത് പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മൾ ഓരോ രീതിയിലുള്ള ഇടപെടൽ കാണുമ്പോൾ അവിടുത്തെ എല്ലാവർക്കും അത് മനസ്സിലായി. അതിനനുസരിച്ച് അവര് ചേട്ടാ ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണെന്നൊക്കെ ഉള്ള ചോദിക്കാറുണ്ട്. നമ്മള് ഒരു കാഷ്വലി എല്ലാവരുമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു റെസ്പെക്ട് ആൾക്കാർ തരാറുണ്ട്. നമ്മളുടെ പ്രൊഫഷണലി ആയാലും പിന്നെ നമ്മൾ ചെയ്യുന്ന പാഷൻ ആയിട്ട് ബേസ് ചെയ്തിട്ട് ഞാൻ കൾണറി ആന്ത്രോപോളജി എന്ന് പറഞ്ഞ ഒരു ഫീൽഡിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വർഷമായി. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആക്ച്വലി കുക്കിംഗ് എന്നുള്ള ഒരു സബ് പ്രൊഫഷനിലേക്ക് തിരിച്ചു കയറിയത്. പക്ഷെ അതിലും എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് നന്നായി ചെയ്യുന്നതുകൊണ്ട് ഈ ഗെയിം കളിക്കുമ്പോൾ അത് തന്നെയായിരുന്നു, നന്നായി കളിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുമ്പോഴും അതിനായിട്ട് നമ്മളായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മള് ഈ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ ബിഗ് ബോസിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രെയിറ്റ് മെയിൽസ് ഉണ്ട്, സ്ട്രെയിറ്റ് ഫീമെയിൽസ് ഉണ്ട്, ഒരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ട്, പിന്നെ ഒരു സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ഒരാളുണ്ട്, പിന്നെ ഒരുപാട് വർഷമായിട്ട് ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ പ്രഷറിൽ കല്യാണം കഴിക്കാതെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന എന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സിംഗിൾ മദർ ഉണ്ട്, അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള ഹെറ്ററോസെക്ഷൽ കപ്പിൾസിന്റെ ഒരു ഹാഫ് എങ്കിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് തരം. പിന്നെ ഡിസബിലിറ്റി ഉള്ള ഒരാളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ അത് അയാളെ തീരെ എഫക്ട് ചെയ്യുന്നില്ല, എന്റെ ഒരു സുഹൃത്ത് അഭിലാഷ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വേറിട്ട സ്വഭാവങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്ത ലൈക് കാറ്റഗറീസിൽ പെടുന്ന ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ്. അപ്പൊ സൊസൈറ്റിയുടെ റിഫ്ലക്ഷൻ ആയി മാറണം എന്നേ നമ്മൾ ഈ ബിഗ് ബോസ് എന്നുള്ള ഒരു പരിപാടിയിലൂടെ തീരുമാനിക്കുന്നുള്ളൂ. അതായത് സൊസൈറ്റിയിൽ എന്താണ് എങ്ങനെയാണ് ആ കാഴ്ചപ്പാട് തന്നെ ഇവിടെ ചിലപ്പോൾ ഗെയിമിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപക്ഷെ ഗെയിമിന്റെ റൂൾസ് പ്രകാരം നമ്മൾ പറയേണ്ട രീതികൾ, ഉപയോഗിക്കുന്ന വാക്കുകൾ, ഉച്ചരിക്കുന്ന ശബ്ദങ്ങളെല്ലാം നമ്മൾ മോണിറ്റേർഡ് ആണ് ഇത്രയും ക്യാമറാസിനിടയിൽ. അപ്പൊ നമുക്ക് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ചുമ്മാ ഒരു റിമാർക്ക് ആൾക്കാർ വീട്ടിൽ പൈപ്പിൻ ചോട്ടിൽ ഇരുന്ന് അല്ലെങ്കിൽ റോട്ടിൽ പൈപ്പിൻ ചോട്ടിലൊക്കെ ഇരുന്ന് പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് ഈ ഗെയിമിന്റെ ഒരു പ്രസക്തി. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഇപ്പൊ ലാലേട്ടൻ എന്നോട് ഇറങ്ങിയപ്പോ ചോദിച്ചു ഇവിടെ നിന്ന് എന്ത് മാറ്റമാണ് ഒനിയിൽ വന്നത്. 63 ദിവസം അവിടെ നിന്നിട്ട് തെറി വിളിക്കാൻ പറ്റില്ല എന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പോൾ പ്രതികരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ ഭാഷയിലെ ഒരു കാഠിന്യം അല്ലെങ്കിൽ മൂർച്ച വരും. നമ്മൾ അത്രയും വലിയ സിറ്റുവേഷനിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ. പക്ഷെ അത് മെച്യൂർ ആയിട്ട് ഡീൽ ചെയ്യാന്നുള്ളതാണ് ആ ഗെയിമിന്റെ ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലും നമ്മുടെ എബിലിറ്റി ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രേക്ഷകർ കാണുന്നതും. അപ്പൊ അതുകൊണ്ട് ഹ്യൂമൻസ് ആയിട്ട് ആൾക്കാരെ കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അതിപ്പോ ഞാൻ അകത്തും പുറത്തും ഞാൻ അങ്ങനെ തന്നെയാണ്. ഒനീൽ സാബു എന്താണെന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പൊ അനീഷി കോമണർ എന്ന് പറഞ്ഞ പോലെ ഒനീൽ സാബു ഒരു കോമണർ ആണ്. അവിടെ ചെന്നിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇയാൾ ആരാണെന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് എത്രത്തോളം ആൾക്കാരെ ഹ്യൂമൻ ആയിട്ട് കാണാന്നുള്ളതാണ് നമ്മുടെ എബിലിറ്റി, നമ്മുടെ സ്ട്രെങ്ത് ഈ ഷോയിൽ അസസ് ചെയ്യാൻ പറ്റുക നാട്ടുകാരും കാണുന്നത്. ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒനിയൻ്റെ ഈ വാക്കുകൾ പോലെ തന്നെയായിരുന്നു അകത്തിരുന്ന ഇടപെടലും. എനിക്ക് തോന്നുന്നു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദിലെ നൂറയോടുള്ള ഇടപെടലും നെവിനോടുള്ള ഇടപെടലും ഈ അഭിലാഷിനോടുള്ള ഇടപെടലൊക്കെ തന്നെ കൃത്യമായി തന്നെ പ്രേക്ഷകർ കണ്ടതുമാണ്. പക്ഷേ ഒരു റൂട്ടിൽ കൂടെ കടന്നുപോയിരുന്ന ബിഗ് ബോസിൻ്റെ ഇടയിലേക്ക് ഒരു കൂട്ടം മനുഷ്യർ കടന്നു വരികയാണ് വൈൽഡ് കാർഡായിട്ട്. പക്ഷേ ആ വൈൽഡ് കാർഡിലുള്ള മനുഷ്യരൊക്കെ തന്നെ പുറത്ത് കൃത്യമായി തന്നെ കളി മനസ്സിലാക്കിയിട്ടാണ് അകത്തേക്ക് കടന്നു വരുന്നത്. അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ ഒരു കൂട്ടം മനുഷ്യരെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഇടപെടലായിരുന്നു. അത് അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ട സമയത്ത് ഒനിൽ എന്താണ് തോന്നിയത്? പുറത്തേക്ക് ഉള്ള മനുഷ്യരും ഇതുപോലെ പ്രതികരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണോ ഈ അകത്തേക്ക് വന്ന വൈൽഡ് കാർഡുകളും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്? ഞാനൊരു കാര്യം പറയട്ടെ. വൈൽഡ് കാർഡ് കളി കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിപ്പോ ഇഫ് ദേ ഹാവ് ഹിസ്റ്ററി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒനീൽ സാബ് എന്നുള്ള ഒരാളുടെ ഹിസ്റ്ററി എടുത്തു നോക്കി കഴിഞ്ഞാല് പുള്ളി ഗെയിമിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അല്ലെങ്കിലും കമ്മ്യൂണിറ്റി ഇവന്റ്സിൽ നടത്തുന്ന ആളാണ്. ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാര്, ജെൻസി, ജെൻ ആൽഫ, മിലേനിയൽസ് എല്ലാവരും പങ്കെടുക്കുന്നതാണ് എന്റെ കമ്മ്യൂണിറ്റി ഇവന്റ്സിന്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത് എന്റെ നാടായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളാണ് ഞാൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ഈ ബിഗ് ബോസിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയൻ ഉണ്ടാവും. അവരുടെ ഒരു പ്രൊഫഷണലിയോ അല്ലെങ്കിൽ അവർ പാഷനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ബേസാണ് വരിക. പക്ഷേ ഈ കളി കണ്ടു വന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ നേരത്തെ ഉള്ള എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഏതൊക്കെയാണ് കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഒരാൾക്ക് എതിരെ എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ള രീതിയൊന്നും ചെയ്തിട്ടില്ല. പ്ലാനിങ് ഉണ്ടാവില്ല നമുക്ക് അവിടെ. ഒട്ടും പ്ലാനിങ് ഉണ്ടാവില്ല. വൈൽഡ് കാർഡിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്.
ഓരോരുത്തരുടെ ഈ പറഞ്ഞ പോലെ ഈ ഷോ കണ്ട് ഒരു മാസത്തോളം ഷോ കണ്ടിട്ട് വരുന്നതാണ്. അപ്പൊ എവിടെ അറ്റാക്ക് ചെയ്യാം, അതെ എന്താണ് ഈ ഷോയിൽ ഈ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രമായിട്ട് സ്പെസിഫിക്കലി നേരത്തെ പറഞ്ഞ പോലെ സൊസൈറ്റി